ടീം ഔട്ട്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PSC പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ മിക്കവാറും ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്ത ഒബ്ജക്റ്റീവ് എക്സാമുകളെല്ലാം നമ്മൾ OMR ഷീറ്റിലാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ OMR ഷീറ്റ് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഒറിജിനൽ OMR ഷീറ്റിന്റെ ഒരു ഫിൽഡ് OMR ഷീറ്റാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. OMR ഷീറ്റിൽ ഏതെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ പറയപ്പെടുന്ന പരീക്ഷ റദ്ദാക്കപ്പെടുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. പണ്ട് നമുക്ക് 30 മിനിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് 20 മിനിറ്റ് സമയമാണ് നമുക്ക് ഈ OMR ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ബേസിക്കലി നമ്മുടെ കയ്യിലുള്ളത്. OMR ഷീറ്റ് ഫില്ല് ചെയ്യാണ്ട് 20 മിനിറ്റ് സമയമാണ് നമുക്കിപ്പോൾ. നിങ്ങൾ PSC എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിന്റ് പെന്ന്, 2 പേന കരുതുക, രണ്ടും ഒരേ കളർ തന്നെ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. ബോൾ പോയിന്റ് പെന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു ID കാർഡ്, ഒറിജിനൽ ID കാർഡ് ഉണ്ടാവണം. അത് നിങ്ങളുടെ പാൻ കാർഡ് ആവാം, ആധാർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഗവൺമെന്റ് സർവീസിലുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ID കാർഡ് ആവാം, ബാങ്ക് പാസ്ബുക്ക് ആവാം. അപ്പൊ ഇങ്ങനെ ഒരു 15ഓളം കാർഡുകളുണ്ട്. അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കരുതാവുന്നതാണ്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഏതൊക്കെ കാർഡുകൾ പറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്പെറന്റ് ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കൂടി കരുതാം. അത്ര കണ്ട് നിങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കിയാൽ ഹോൾ ടിക്കറ്റിനകത്ത് നിങ്ങൾ ഏത് എക്സാമിനാണ് എക്സാം എഴുതുന്നത് അതിന്റെ കാറ്റഗറി നമ്പറും പോസ്റ്റ് നെയിമും തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ എനിക്ക് തന്നിരിക്കുന്നത് 025/2024 അസിസ്റ്റന്റ് KPSC ഇങ്ങനെയൊക്കെ തന്നിരിക്കുന്നെങ്കിൽ ഇതാണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇത് അതിന്റെ പോസ്റ്റിന്റെ പേരാണ്. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു OMR ഷീറ്റിന്റെ ഇതാണ് നമുക്ക് PSC എക്സാമിന് കിട്ടുന്ന OMR ഷീറ്റ്. മൊത്തം ഒരു സിംഗിൾ ഷീറ്റാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് നടുക്കൂടെ കട്ട് ചെയ്യാനായിട്ട് ഒരു ഭാഗം ഉണ്ടാവും. ആ ഷീറ്റിന് ഒരു പാർട്ട് A ഭാഗമുണ്ട്, പാർട്ട് B ഭാഗമുണ്ട്. പാർട്ട് B ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ആൻസറുകൾ മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. പാർട്ട് A എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ളതുമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾ OMR ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന പൊസിഷനിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതോടുകൂടി ഒരു കോഡ് കൂടി എൻ്റർ ചെയ്തിരിക്കും. ആ കോഡിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കോഡ്, ABCD. അതിനകത്ത് ഏതെങ്കിലും ഒരു കോഡാവാം. ആ കോഡ് ഏതാണെന്ന് നോക്കുക. അതേ കോഡിലുള്ള OMR ഷീറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് കിട്ടുമ്പോഴും ആ കൊടുത്തിരിക്കുന്ന കോഡും അതുപോലെ നിങ്ങളുടെ OMR ഷീറ്റിലെ കോഡും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇൻവിജിലേറ്ററെ പറഞ്ഞ് നിങ്ങൾ ആ മാറ്റി കൃത്യമായിട്ടുള്ളത് വാങ്ങേണ്ടതാണ്. ഒരു തവണ OMR ഷീറ്റ് തന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് തെറ്റ് വരുത്തിയാലും നിങ്ങൾക്ക് പിന്നീട് തിരുത്തി OMR ഷീറ്റ് നൽകുന്നതല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. യൂഷ്വലി രജിസ്റ്റർ നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് Z എന്ന് പറയുന്ന ലെറ്ററിലായിരിക്കും. ഇസഡോ S ഒക്കെ യൂഷ്വലി Z ആണ് വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതിയതിനു ശേഷം ഒന്നുകൂടി ഹോൾ ടിക്കറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇപ്പോൾ 1 ആണെങ്കിൽ 1 വരുന്ന കോളത്തിൽ നിങ്ങളൊരു കുത്തിടുക, 0 ആണെങ്കിൽ നേരെ താഴെ 0 ഒരു കുത്തിടുക, വീണ്ടും 1 1 കുത്തിടുക, 6 6 കുത്തിടുക, 2 2 കുത്തിടുക, 9 ആണെങ്കിൽ 9 കുത്തിടുക, 0 0 കുത്തിടുക. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 42573624 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നേരെ താഴെ 4ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 2ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 5ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 7ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 3ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 6ന്റെ അവിടെ ഒരു കുത്തിട്ടു, അതിനുശേഷം 2ന്റെ അവിടെ കുത്തിട്ടു. അതിനുശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം വെളിയിൽ നിന്ന് സർക്കിൾ മൊത്തമായിട്ട് ബബിൾ ചെയ്തതിനു ശേഷം അകത്തേക്ക് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്ത ശേഷം അകത്തേക്ക് ബബിൾ ചെയ്യുക, അകത്തേക്ക് ബബിൾ ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ബബിളിങ് മൊത്തം എല്ലാ നമ്പറുകളും ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഒരു ബബിൾ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. മിക്കവാറും ഫില്ല് ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും മാറിപ്പോകാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 22/03/2004 എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് DD MM YYY ഫോമിൽ, അതായത് ആദ്യത്തെ കോളത്തിനകത്ത് ഡേറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 8-ാം തീയതി ആണെങ്കിൽ 8 ചുമ എഴുതണം, 08 എഴുതണം, മാസം 03/2004 എന്നാണ് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം കാറ്റഗറി നമ്പർ ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റിന് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പറും ആ എക്സാമിന്റെ പേര് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നതിനകത്ത് കുറേ എക്സാമുകളുണ്ട്, കുറേ കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന്റെ പേര് എഴുതുന്നതിന് പോലെ കാറ്റഗറി നമ്പർ മാത്രം കോമയിട്ട് 5-6 ഒക്കെ ഉണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ മാത്രം കോമയിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് എന്താണോ അതും കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക.
ഈ ഡേറ്റകളെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം കൃത്യമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇനിഷ്യൽ ചെയ്തിരുന്നതാണ്. ഇനിഷ്യൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇനിഷ്യൽ ഇല്ലെങ്കിൽ ആ OMR ഷീറ്റ് ഇൻവാലിഡ് ആണ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അറ്റൻഡൻസ് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും എല്ലാം ഉള്ള ഒരു ഷീറ്റുമായിട്ട് ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വരും. അതിലെന്താണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് ഫോട്ടോ എങ്കിൽ ഫോട്ടോയെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ മുഖം മറയാതെ നിങ്ങളുടെ സൈൻ ഇടുക. നിങ്ങളുടെ സൈൻ ഇടുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൊരു കോളം ഉണ്ടാവും. ആ കോളത്തിനകത്ത് എന്തൊക്കെ എൻ്റർ ചെയ്യണം? നിങ്ങളുടെ പേര് എന്താണ്? പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏത് ID കാർഡാണോ അത് ID കാർഡ്. ഫോർ എക്സാമ്പിൾ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് എന്ന് എൻ്റർ ചെയ്തിട്ട് ആ പാൻ കാർഡിന്റെ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് എൻ്റർ ചെയ്തിട്ട് ആ നമ്പർ, അതിനുശേഷം വീണ്ടും നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കുക. സോ ഇവിടെ മുഖം മറയാതെ ആ ഫോട്ടോയെ ടച്ച് ചെയ്ത് സൈൻ ഇടുക. ഇവിടെ നിങ്ങളുടെ പേര്, ഏത് ID കാർഡാണ് നിങ്ങളുടെ ഉള്ളത് അത്, നിങ്ങളുടെ ഒപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇടുക. എപ്പോഴും നിങ്ങളുടെ ഡേറ്റയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡേറ്റയാണ് കൃത്യമായിട്ട് വന്നിരിക്കുന്നതെന്ന് വായിച്ചു നോക്കി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഒപ്പിടാനായിട്ട് പാടുള്ളൂ. അപ്പോഴത്തേക്ക് ബൈബിൾ ഇങ്ങനെയാണ് നിങ്ങൾ ബബിളിങ് മൊത്തം എല്ലാ നമ്പറുകളും ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഒരു ബബിൾ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. മിക്കവാറും ഫില്ല് ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും മാറിപ്പോകാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 22/03/2004 എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് DD MM YYY ഫോമിൽ, അതായത് ആദ്യത്തെ കോളത്തിന് അത് ഡേറ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 8-ാം തീയതി ആണെങ്കിൽ 8 ചുമ എഴുതണം, 08 എഴുതണം, മാസം 03/2004 എന്നാണ് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം കാറ്റഗറി നമ്പർ ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റിന് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പറും ആ എക്സാമിന്റെ പേര് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നതിനകത്ത് കുറേ എക്സാമുകളുണ്ട്, കുറേ കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന്റെ പേര് എഴുതുന്നതിന് പോലെ കാറ്റഗറി നമ്പർ മാത്രം കോമയിട്ട് 5-6 ഒക്കെ ഉണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ മാത്രം കോമയിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് എന്താണോ അതും കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ചോദ്യത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് നിങ്ങൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു OMR ഷീറ്റ് അത് മിനിമം ഒരു ആൻസർ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ആൻസർ ഷീറ്റ് വാലിഡ് ആവത്തുള്ളൂ. ദെൻ നിങ്ങൾ ഇതിന് ശേഷം എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളോട് ഇൻവിജിലേറ്റർ ഈ പറയപ്പെടുന്ന ലൈനിലൂടെ കൃത്യമായിട്ട് ഇത് മടക്കി മുറിച്ച് കൊടുക്കാനായിട്ട് പാർട്ടാക്കി കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മടക്കി അത് 2 പാർട്ടാക്കിയതിനു ശേഷം മടക്കി കൃത്യമായി 2 സെപ്പറേറ്റ് പാർട്ടാക്കി പാർട്ട് എയും പാർട്ട് ബിയും ആക്കി ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഹോൾ ടിക്കറ്റും നിങ്ങളുടെ ID കാർഡ് പേനായും എടുത്ത് എക്സാം ഹോളിൽ നിന്ന് പോരാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം PSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.